നമസ്കാരം. കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കെല്ലാമുള്ള പണം ഒരു വ്യവസായത്തിലൂടെ ലഭിക്കുന്ന മേഘജലം പദ്ധതിയാണ് ഇന്നത്തെ വിഷയം. കേരളം ഇക്കാലം അത്രയും ഒഴുക്കിക്കളഞ്ഞ മഴവെള്ളം പ്രയോജനപ്പെടുത്താൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരുണ്ടായാൽ കുറഞ്ഞ കാലം കൊണ്ട് വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്താൻ കേരളത്തിന് സാധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരവും സാമ്പത്തിക സഹായവും ലഭിക്കുന്ന പദ്ധതിയാണിത്. 60 ലക്ഷം കോടിയുടെ ശുദ്ധജലം വിതരണം ചെയ്യാൻ കഴിയുന്ന ഈ പദ്ധതിയുടെ ലാഭത്തിൽ നിന്ന് കേരളം ഇക്കാലമത്രയും വാങ്ങിക്കൂട്ടിയ 6 ലക്ഷം കോടിയുടെ പൊതുകടം ഒരു വർഷത്തെ ലാഭം കൊണ്ട് വീട്ടാനാവും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേടുന്ന കേരളത്തിന് ഇനി ഏതു മുന്നണി ഭരിച്ചാലും ഈ പദ്ധതി വലിയൊരു സഹായകമായി മാറും. ഒരു ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്തതും കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചതും അനുകൂലമായ മറുപടി ലഭിച്ചതുമായ ഈ പദ്ധതി ആദ്യമായി പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ. മേഘജലം പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. കേരളത്തിൽ ഇപ്പോൾ 5 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് റബ്ബറും 2 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെല്ലും കൃഷി ചെയ്യുന്നുണ്ട്. ഈ കർഷകരുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ആരും പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. ഇനി 1 ഹെക്ടർ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വിള കൃഷി ചെയ്താൽ അതിൽ നിന്ന് എത്ര ലാഭമുണ്ടാകും? ഏത് കൃഷിക്കും നിലമൊരുക്കാനും വിത്തിനും വളത്തിനും എല്ലാം പണം ചിലവാക്കേണ്ട കർഷകന് കാലാവസ്ഥാ വ്യതിയാനവും കീടങ്ങളും വന്യജീവികളും വലിയ നാശമുണ്ടാക്കും. മികച്ച വിളവ് ലഭിച്ചാൽ തന്നെ ഉൽപ്പന്നത്തിന് ന്യായമായ വില കിട്ടുമെന്ന് ഉറപ്പിച്ചു പറയാനും സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് കൃഷിക്ക് പോലും പറ്റാത്ത 1 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ നിന്ന് 60 ലക്ഷം കോടിയുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നത്. എന്താണ് 60 ലക്ഷം കോടിയുടെ കണക്ക്? അത് വളരെ ലളിതമാണ്. 1 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് വർഷം തോറും 3 ലക്ഷം കോടി ലിറ്റർ വെള്ളം ലഭിക്കും. ഈ വെള്ളം സംസ്കരിച്ച് ശുദ്ധീകരിച്ച് എടുക്കുകയാണ് മേഘജലം പദ്ധതിയിൽ ചെയ്യുന്നത്. നിലവിൽ 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ വെച്ച് കണക്കാക്കുമ്പോൾ ഇത്രയും വെള്ളത്തിന് ലഭിക്കുന്ന തുകയാണ് 60 ലക്ഷം കോടി. കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ 1 ഹെക്ടർ സ്ഥലത്ത് നിന്ന് വർഷത്തിൽ 60 കോടി രൂപയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കും. മറ്റേത് കൃഷിയിലാണ് ഇതുപോലെ ലാഭമുണ്ടാക്കാൻ കഴിയുന്നത്? 2026-27 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ ബജറ്റ് വരുമാനം 1.83 കോടിയാണ്. അതായത് കേരളത്തിന്റെ ഒരു വർഷത്തെ ബജറ്റ് വരുമാനത്തിന്റെ 33 ഇരട്ടി തുക ഈ ഒറ്റ വ്യവസായത്തിൽ നിന്ന് ലഭിക്കുമെന്നർത്ഥം. മേഘജലം പദ്ധതിയുടെ പ്രാധാന്യം ഇതിനേക്കാൾ വളരെ വലുതാണ്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിന്റെ ലഭ്യത കുറവ്. ഏറ്റവും കൂടുതൽ തുറന്ന കിണറുകളുള്ളത് കേരളത്തിലാണ്. എന്നാൽ അവയിൽ മിക്കതിലും മലിനജലമാണുള്ളത്. മാലിന്യവാഹിനികളാണ് നമ്മുടെ നദികൾ. ജനസാന്ദ്രത വർദ്ധിക്കും തോറും നമ്മുടെ ശുദ്ധജലത്തിന്റെ ലഭ്യതയും ഗണ്യമായി കുറഞ്ഞു വരുന്നു. കുടിക്കാനും പാചകത്തിനും ശുദ്ധജലം ലഭിക്കാത്തത് മൂലം ജലജന്യ രോഗങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴുള്ളതിന്റെ പകുതി വിലയ്ക്ക് ശുദ്ധജലം വിതരണം ചെയ്താലും വലിയ ലാഭമുണ്ടാക്കുന്ന പദ്ധതിയാണ് മേഘജലം. ജലക്ഷാമമുള്ള രാജ്യങ്ങളിലേക്ക് ഏറ്റവും ശുദ്ധമായ ജലം കയറ്റി അയച്ച് നേടുന്ന വിദേശ നാണ്യം കേരളത്തിന്റെ സാമ്പത്തിക മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കും. കേരളത്തിലെവിടെയും ഈ വ്യവസായത്തിന്റെ യൂണിറ്റുകൾ സ്ഥാപിച്ച് എല്ലായിടത്തും ജലലഭ്യത ഉറപ്പുവരുത്താം. ഈ പദ്ധതിയുടെ അവസാന ഘട്ടം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർന്നു വരും. വെള്ളപ്പൊക്കവും വരൾച്ചയും ജലക്ഷാമവും കേരളത്തെ വിട്ടൊഴിയും. ഇത്രയേറെ മൂല്യമുള്ള മഴവെള്ളമാണ് ഇക്കാലം അത്രയും നമ്മൾ ഒഴുക്കിക്കളഞ്ഞതെന്ന് ഓർക്കുക. അടുത്ത മഴക്കാലത്തോടെ ആരംഭിക്കാൻ കഴിയുന്ന ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ പദ്ധതി ഏതു സർക്കാരിനാണ് നടപ്പാക്കാൻ കഴിയുക എന്ന ചിന്തയോടെ ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.